ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരകാൻ മടിയുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇനി മിക്സിയോ അതുപോലെ തന്നെ ചിരവയോ ഒന്നുമില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തേങ്ങ ചിരകാനുള്ള നല്ലൊരു വിദ്യയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 2 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര തേങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ തേങ്ങ അതിൻ്റെ ആ ഒരു ചിരട്ട പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചിരട്ടയിൽ നിന്ന് ഇളക്കിയെടുക്കാനുള്ള നല്ലൊരു ടിപ്സും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലത്തെ 2 തേങ്ങ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് കുക്കറിലൊന്ന് വേവിച്ച ശേഷം നമ്മൾ ഇളക്കിയെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തേങ്ങേനെ പൊട്ടിച്ച് അതിൻ്റെ ചിരട്ടയെല്ലാം മാറ്റിയ ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അപ്പം ഞാൻ ഇവിടെ ഇതിനെ ഒന്ന് വേവിച്ച ശേഷമാണ് ഇത് ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ 2 തേങ്ങ ഒരു കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒറ്റ വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ തേങ്ങ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്കിതിനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു തേങ്ങയിലേക്ക് നമുക്ക് ഒരു ഇടികല്ല് ഉപയോഗിച്ച് ഒന്ന് അതിൻ്റെ പുറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ തട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്ത ശേഷം ഞാൻ ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ എല്ലാം 2ആയിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളത് ആ തേങ്ങ ആ ചിരട്ടയിൽ നിന്ന് ഇളക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു മുനയുള്ള കത്തിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കത്തി എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മൂർച്ചയില്ലാത്ത കത്തി എടുക്കണം. അതുപോലെ തന്നെ മൂർച്ചയുള്ള ഭാഗം തിരിച്ച് വച്ച ശേഷം വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ. നമ്മളിങ്ങനെ കൈ ഇരിക്കുന്ന ഭാഗത്ത് മൂർച്ചയുള്ള ഭാഗം വയ്ക്കാൻ പാടില്ല കേട്ടോ. അതിന് തിരിച്ച് വേണം നമ്മൾ വച്ചിട്ട് അതിനെ ഇളക്കിയെടുക്കാൻ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഈ 4 സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ തേങ്ങ ഇളക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മൂർച്ചയുള്ള കത്തി ഒരിക്കലും ഉപയോഗിക്കല്ലേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലത്തെ ഒരു സ്പൂൺ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ചിരട്ടയിൽ നിന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കത്തി കൊണ്ടിങ്ങനെ ആക്കിയപ്പോൾ തന്നെ ആ ചിരട്ട ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇടികല്ല് ഉപയോഗിച്ച് അതിൻ്റെ പുറം ഒന്ന് തട്ടിക്കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. കൈയൊന്നും മുറിയാതെ ശ്രദ്ധിച്ച് വേണം ഇളക്കിയെടുക്കാൻ. അപ്പം ഞാൻ ഇവിടെ 2 ചിരട്ടയിലുള്ള തേങ്ങ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് തേങ്ങ ചിരകാൻ നമ്മൾ ചിരവയോ മിക്സിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതുപോലത്തെ ഒരു ഗ്രേറ്ററാണ് കേട്ടോ. നമ്മൾ വെജിറ്റബിളും അതുപോലെ തന്നെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഈ ഒരു ഗ്രേറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങേനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ചിരവ കൊണ്ട് ചിരകിയെടുക്കുന്നേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുകൊണ്ട് ഗ്രേറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയട്ടെ, വെറുതെ നമ്മൾ ജോലികളെല്ലാം തീർത്തിരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തേങ്ങയൊക്കെ ഇളക്കിയ ശേഷം നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസമൊക്കെ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ അധികം ഒന്നും നമ്മൾ തേങ്ങ ചിരകി ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ 2 ദിവസത്തേക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചിരകി നമുക്ക് എത്ര വേണമെങ്കിലും ഒരു ബോട്ടിലാക്കി വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഒട്ടും തന്നെ കട്ടകൾ വീഴാതെ തന്നെ നമുക്ക് ചിരകിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ചിരവയിലൊക്കെ ഇരുന്ന് ചിരകുമ്പോൾ തന്നെ നമ്മളെ കൈയൊക്കെ നല്ലതുപോലെ വേദനിക്കും. ഇപ്പോൾ എല്ലാവർക്കും മടിയാണ് തേങ്ങയൊക്കെ ചിരകിയെടുക്കാൻ. അപ്പം നിങ്ങൾ എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് തേങ്ങ ചിരകി നോക്കണം കേട്ടോ. വെറുതെ നമ്മൾ ജോലിയൊക്കെ തീർത്തിട്ടിരിക്കുമ്പോൾ നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ചിരട്ടയൊക്കെ മാറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് ചിരകി വെച്ചാൽ മതി കേട്ടോ. നമ്മൾ അപ്പോൾ നല്ല ജോലി എളുപ്പമാക്കും. നമുക്ക് അടുക്കള ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ തേങ്ങയൊക്കെ നല്ലതുപോലെ പെട്ടെന്ന് ചിരകിയെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എത്ര തേങ്ങ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ, ചിരകിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല, എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ ഇളക്കിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ സൂക്ഷിച്ച് ഇളക്കിയെടുക്കാം.
അതുമാത്രമല്ല ചിരട്ടയൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ തേങ്ങ ചിരകി എടുത്തിട്ട് ഒട്ടും തന്നെ അതിൽ കരടോ ഒന്നും വീഴാതെ തന്നെ നമുക്ക് കണ്ടോ നല്ല ഫ്രഷായിട്ട് തന്നെ തേങ്ങ ചിരകി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ബോട്ടിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അടുക്കള ജോലി എളുപ്പമാക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി തിരക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ജോലി തീർക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.